രാക്ഷസപ്രണയം 11. അവന് പെട്ടെന്ന് സിംഗപ്പൂർക്ക് പോകണമെന്ന്. രാത്രി തന്നെ പോകും. എന്തായാലും ഒരു 1.5 മാസം കഴിയാതെ തിരികെ എത്തില്ല. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇതിനുള്ളിൽ കാര്യങ്ങളെല്ലാം ഓക്കെയാക്കാം കേട്ടോ മോളെ. മഹേന്ദ്രൻ വലിയൊരാശ്വാസത്തോടെ ആതിരയോട് പറഞ്ഞു. ആ വാക്കുകൾ എല്ലാവരിലും ആശ്വാസം നിറച്ചു. അപ്പോഴേക്കും ശ്രീദേവി കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ആതിരയുടെ പേടിയും ഭയവുമൊക്കെ കുറച്ച് കുറഞ്ഞു. അവൾ കരച്ചിൽ നിർത്തി റാമിനെയും ഗായത്രിയെയും നോക്കി. ശരി മാഡം, എങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. രാവിലെ എനിക്ക് തിരികെ ഹോസ്റ്റലിലേക്ക് മടങ്ങണം, ഗായത്രി എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരോട് പിക്കൊള്ളാൻ പറഞ്ഞതും അവൾ ആതിരയുടെ അടുത്ത് ചെന്ന് ഒന്നുകൂടി അവളെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് ഔട്ട് ഹൗസിലേക്ക് മടങ്ങിയത്. അപ്പോൾ ശ്രീദേവി ആതിരമോളെയും കൂട്ടി ഗസ്റ്റ് റൂമിലേക്ക് നടന്നു. അവൾക്കുള്ള റൂം കാണിച്ചു കൊടുത്തു. ആതിരയെ റൂമിലാക്കി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൾ ശ്രീദേവിയുടെ കയ്യിൽ പിടിച്ചു. അമ്മ, ഞാൻ മുത്തശ്ശിക്കൊപ്പമേ ഉറങ്ങിയിട്ടുള്ളൂ. ഇതുവരെ ഒറ്റയ്ക്ക് ഉറങ്ങിയിട്ടില്ല. എനിക്ക് പേടിയാണ്. വളരെ ദയനീയമായി ശ്രീദേവിയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ആതിരയുടെ പറച്ചിൽ കേട്ട് ശ്രീദേവി അവളുടെ കൈ പിടിച്ചുകൊണ്ട് വീണ്ടും ഹാളിലേക്ക് തന്നെ ചെന്നു. മോൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. മുത്തശ്ശിക്കൊപ്പമേ ഉറങ്ങിയിട്ടുള്ളൂ, ശ്രീദേവി എല്ലാവരോടുമായി പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ മോൾ ഈ മുത്തശ്ശിക്കൊപ്പം എന്റെ മുറിയിൽ കിടന്നോളൂ, പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവളെയും കൂട്ടി തന്റെ മുറിയിലേക്ക് നടന്നു. അങ്ങനെ അന്ന് രാത്രി ആതിരമോൾ ലക്ഷ്മി മുത്തശ്ശിക്കൊപ്പമാണ് ഉറങ്ങിയത്. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും ധ്യാനിന്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു. അവളുടെ കരച്ചിലും സങ്കടവും കണ്ട് അവന് വിജയോട് കടുത്ത ദേഷ്യം തോന്നി. വിജയുടെ കയ്യിൽ നിന്ന് ആപത്തൊന്നും കൂടാതെ അവളെ രക്ഷിക്കണം എന്ന് അവൻ തീരുമാനിച്ചു. വിജയനെ വിളിച്ചു വരുത്തി അവൻ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കാനായി വീട്ടുകാർ തീരുമാനിച്ചപ്പോൾ ഒന്ന് ഭയന്നിരുന്നു. എന്നാൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് വീട്ടുകാർ പിന്മാറിയപ്പോൾ അവന് സന്തോഷം തോന്നി. എങ്കിലും ആ താലി അവനിൽ അസ്വസ്ഥത ഉണ്ടാക്കി. ഒരിക്കലും ആതിരയെ വിജയ്ക്ക് കളിക്കാനുള്ള ഒരു പാവയായി ഇട്ടുകൊടുക്കില്ല എന്ന് അവൻ ഉറപ്പിച്ചു. യദുവിന്റെ കണ്ണുകളും ആ കുഞ്ഞിപ്പെണ്ണിൽ തന്നെയായിരുന്നു. തിരികെ റൂമിലേക്ക് കയറി ഉടൻ തന്നെ യദു ഫോൺ എടുക്കുന്നത് കണ്ട് ധ്യാൻ ദേഷ്യത്തിൽ ഫോൺ പിടിച്ചു മേടിച്ചു. ആതിര ഇവിടെ ഉണ്ട് എന്ന് ഒരു കാരണവശാലും വിജയ് അറിയാൻ പാടില്ല. ഈ കാര്യം ഒരിക്കലും നീ അവനെ അറിയിക്കരുത്, ധ്യാൻ ദേഷ്യത്തോടെ യദുവിനോട് പറഞ്ഞു. എന്റെ പൊന്നു ചേട്ടാ, ഈ മാൻപേട പോലെയുള്ള പെൺകുട്ടിയെ പിടിച്ച് ഞാൻ ആ രാക്ഷസിന് ഏൽപ്പിക്കുമോ? അത്രയും മനസാക്ഷിയില്ലാത്തവനൊന്നുമല്ല ഞാൻ, ധ്യാൻ യദുവിനെ നോക്കി ചോദിച്ചതിനുള്ള മറുപടിയായി പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. സിംഗപ്പൂർക്ക് പോകുന്നതിന് മുൻപ് തന്നെ സതീഷിന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ വിജയ് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ആതിരയെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയോ ചെയ്താൽ ഒരു 15 ലക്ഷം രൂപ കൂടി കൊടുക്കാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ 15 ലക്ഷം കിട്ടാൻ വേണ്ടി തന്റെ എല്ലാ ശ്രമങ്ങളും അവൻ ആതിരയെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ചു. അന്ന് രാത്രി ആതിരമോൾ സമാധാനത്തോടെ ഉറങ്ങി. രാവിലെ ആദ്യം എഴുന്നേറ്റത് മുത്തശ്ശിയാണ്. തന്റെ അടുത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന ആതിരയുടെ നിഷ്കളങ്കമായ സുന്ദരമായ മുഖത്തേക്ക് ലക്ഷ്മി അറിയാതെ നോക്കി നിന്നു. അവളെ ഉണർത്താൻ തോന്നിയില്ല. 1-2 ദിവസങ്ങളായി ഊണും ഉറക്കവും ഇല്ലായിരുന്നല്ലോ. നേരം നന്നേ പുലർന്നാണ് ആതിര ഉണർന്നത്. ആദ്യം അവൾക്ക് ഒരങ്കലാപ്പ് തോന്നി. പതിയെ എഴുന്നേറ്റ് ചുറ്റും നോക്കി. രാത്രിയിലെ സംഭവങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോഴാണ് കുളിച്ച് കുറിതൊട്ട് തന്റെ മുന്നിലിരിക്കുന്ന ലക്ഷ്മി അമ്മൂമ്മയെ അവൾ കണ്ടത്. കുറെ അധികം നേരം ഉറങ്ങിപ്പോയതിന്റെ ജാള്യതയോടെ അവൾ പതിയെ എഴുന്നേറ്റു. എന്നും പുലർച്ചെ എഴുന്നേൽക്കുന്നതാ. സ്ഥലം മാറിപ്പോയത് കൊണ്ടാ ഇത്രയും ഉറങ്ങിയത്. നാളെ മുതൽ നേരത്തെ എഴുന്നേറ്റോളാം, ലക്ഷ്മിയെ നോക്കി അവൾ പറഞ്ഞു. ആ നിഷ്കളങ്കമായ കിളിക്കൊഞ്ചൽ കേട്ട് ലക്ഷ്മിക്ക് അവളോട് ഒരുപാട് വാത്സല്യം തോന്നി. എന്റെ കുട്ടിക്ക് എത്ര നേരം ഉറങ്ങണം എന്ന് തോന്നുന്നോ അത്ര നേരം ഉറങ്ങിക്കോ. ഇവിടെ ആരും ഒന്നും പറയില്ല കേട്ടോ. പിന്നെ ധ്യാനിനെ വിട്ട് രാവിലെ തന്നെ ടെക്സ്റ്റൈൽസിൽ നിന്ന് മോൾക്കിടാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുളിച്ച് ഫ്രഷായി അതൊക്കെ ഇട്ടിട്ട് വേഗം വാ, നമുക്ക് താഴെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒരുപാട് സ്നേഹത്തോടെ അവരാ കുഞ്ഞിനോട് പറഞ്ഞു. ആ കുടുംബത്ത് പെൺകുട്ടികളില്ല. ആകെയുള്ളത് പാർവതി തമ്പുരാട്ടിയാണ്. പേരക്കുട്ടികളാകട്ടെ 3 പേരും ആൺകുട്ടികളും. അതുകൊണ്ട് തന്നെ ആതിരയോട് അവിടെയുള്ള എല്ലാവർക്കും അതിയായ വാത്സല്യം തോന്നി. മുത്തശ്ശി അവൾക്ക് നേരെ നീട്ടിയ ബാഗിൽ നിന്നും ആവശ്യമായ വസ്ത്രം എടുത്തുകൊണ്ട് അവൾ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് നല്ല ആകാശനീല കളറുള്ള പട്ടുപാവാടയും ഉടുപ്പുമിട്ട് മുടി ഒന്നാകെ തോർത്തിൽ ചുറ്റിക്കെട്ടി അവൾ പുറത്തേക്ക് ഇറങ്ങി. അവളുടെ മുഖത്തേക്ക് നോക്കിയ മുത്തശ്ശിക്ക് പൂർണ്ണചന്ദ്രന്റെ ശോഭ അതിൽ കാണാൻ പറ്റി. മുടി അഴിച്ചിട് മോളെ, ഇങ്ങനെ കെട്ടിവെച്ചാൽ കൊഴിഞ്ഞു പോകും. മുത്തശ്ശി തന്നെ അവളുടെ തോർത്ത് അഴിച്ചെടുത്തു. നിതംബം മറഞ്ഞു കിടക്കുന്ന കറുത്ത വാർമുടിക്കെട്ട് അഴിഞ്ഞു. ഇത്രയും നീളമുള്ള ഉള്ളുള്ള മുടിയൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നുമില്ല.
ശരിക്കും മുടിയെന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരഴക് തന്നെയാണ്. ആ മുടിയിലൂടെ പതിയെ വിരലോടിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി തന്നെ അവളുടെ അടുത്തിരുന്ന് ഉടക്കെല്ലാം മാറ്റിയെടുത്ത് കുളിപ്പിന്നലെടുത്ത് പിന്നിയിട്ടു കൊടുത്തു. സിന്ദൂരത്തിന്റെ ചെറിയ ഒരു പൊട്ടും അവളുടെ നെറ്റിയിലായി മുത്തശ്ശി വെച്ചുകൊടുത്തു. കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു മുത്തശ്ശി. അത്രയും സുന്ദരിയായിരുന്നു ആ കുഞ്ഞിപ്പെണ്ണ്. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ താഴേക്ക് ഇറങ്ങി. പടികൾ ഇറങ്ങി വരുന്ന ആതിരയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. ധ്യാനിന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. രാവിലെ തന്നെ അമ്മ അവനോട് ടെക്സ്റ്റൈൽസിൽ വിളിച്ചു പറഞ്ഞ് ആതിരയ്ക്ക് ഡ്രസ്സ് എടുത്തിരുന്നു. എന്നാൽ അവൻ നേരിട്ട് ചെന്നാണ് ആതിരയ്ക്ക് ആവശ്യമായ ഡ്രസ്സുകൾ എടുത്തത്. മോഡേൺ വസ്ത്രങ്ങളുണ്ട്. എന്നാലും അവൻ അവൾക്കായി എടുത്തത് പട്ടുപാവാടയും ഉടുപ്പുമായിരുന്നു. ഒരു ഊഹം വെച്ച് എടുത്തതാണ്. സൈസ് കറക്റ്റാകുമോ എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവ അണിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നവളെ കണ്ടാൽ അവളുടെ അളവെടുത്ത് തയ്ച്ചതുപോലെ കൃത്യം. അതെ, ആ പടി ഇറങ്ങി വരുന്നത് നിന്റെ ചേട്ടത്തിമ്മയാണ്. ഒന്ന് മയത്തിൽ നോക്ക്. ധ്യാനിനെ തോണ്ടിക്കൊണ്ട് യദു പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും അവനവന്റെ കണ്ണുകൾ അവളിൽ നിന്ന് മാറ്റിയത്. അവൻ ദേഷ്യത്തോടെ യദുവിനെ നോക്കി. ഒരു പെണ്ണിന്റെ കഴുത്തിൽ അവളുടെ സമ്മതമില്ലാതെ ബലമായി താലി കെട്ടിയാൽ ഭർത്താവാകില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിപ്പെണ്ണ് അവന്റെ ഭാര്യയുമല്ല, എന്റെ ചേട്ടത്തിയുമല്ല. അതേ ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നല്ലാതെ ആരോടും അങ്ങോട്ട് ചെന്ന് മിണ്ടാനൊന്നും ആതിര നിന്നില്ല. അതൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. ആദ്യ 1-2 ദിവസങ്ങൾ അവൾ മുത്തശ്ശിയുടെ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. പതിയെ പതിയെ അവിടുത്തെ അമ്മമാരെല്ലാം അവൾക്ക് പ്രിയപ്പെട്ടവരായി. മഹേന്ദ്രനോടും പ്രതാപനോടും ബഹുമാനപൂർവമായ ഒരു അകലം അവൾ സൂക്ഷിച്ചിരുന്നു. പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസം മടങ്ങാനിരുന്ന പാർവതിയും പ്രതാപനും കുറച്ചു ദിവസം കൂടി അവിടെ തങ്ങി. ധ്യാനും യദുവും അവളോട് സംസാരിക്കാനായി ചെല്ലാറുണ്ടെങ്കിലും മിതമായ വാക്കുകളിൽ അവളുടെ മറുപടി അവൾ ഒതുക്കിയിരുന്നു. എപ്പോഴും അവൾ മുത്തശ്ശിക്കും അമ്മമാർക്കും ഒപ്പം തന്നെയാണ്. വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന അതിസുന്ദരിയായ നിഷ്കളങ്കിയായ ആ ഗ്രാമീണ പെൺകുടി അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടി. ആതിര എത്തിയിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. പ്രതാപനും പാർവതിയും അവരുടെ വീട്ടിലേക്ക് മടങ്ങി. ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാവരും വീണ്ടും ഒത്തുകൂടിയിട്ടുണ്ട്. റാമും ഗായത്രിയും ഉണ്ട്. ഗായത്രി വരുന്ന ദിവസങ്ങളിൽ ശ്രീദേവിയും ഗായത്രിയും ഒപ്പം ചേർന്ന് കുറച്ചുനേരം നൃത്തം അഭ്യസിക്കാറുണ്ട്. അന്നും പതിവ് പോലെ രണ്ടുപേരും ചുവടുകൾ വെച്ചു. ആ ബംഗ്ലാവിന്റെ 1-ാമത്തെ നിലയിൽ അതിവിശാലമായൊരു ഹാളുണ്ട്. അവിടെയാണ് അവർ ചുവടുകൾ വെക്കാറുള്ളത്. ആ നിലയിൽ തന്നെയാണ് വിജയുടെയും ധ്യാനിന്റെയും യദുവിന്റെയും മുറികൾ. നൃത്തം ആതിരയ്ക്ക് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ്. ശ്രീദേവിയും ഗായത്രിയും ചുവട് വെക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഉള്ളം തുടിച്ചു. അത് തിരിച്ചറിഞ്ഞ ശ്രീദേവി ആതിരയെ പിടിച്ച് അവർക്ക് ഒപ്പം നിർത്തി അവളോട് ചുവടുകൾ വെക്കാൻ പറഞ്ഞു. ദേവിസ്തുതിക്ക് അനുസരിച്ച് ആ 3 പേരും ചുവടുകൾ വെച്ചു. ചിലങ്കയുടെ താളം കേട്ട് എല്ലാവരും നൃത്തം കാണാനായി അങ്ങോട്ടേക്ക് എത്തി. പക്ഷെ എത്തിയ എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു. ചുറ്റുമുള്ളതെല്ലാം മറന്ന് നൃത്തം എന്ന കലയെ തന്നിൽ ആവാഹിച്ചുകൊണ്ട് അതിമനോഹരമായി താളത്തിൽ ലാസ്യഭാവത്തോടെ അസാമാന്യ മെയ്വഴക്കത്തോടെ നൃത്തം ചെയ്യുന്ന ആതിര. നൃത്തം അവസാനിച്ചതും അവിടെ എല്ലാവരുടെയും കൈയുടെ ശബ്ദം ഉയർന്നു. വാവ്, ഗ്രേറ്റ്, ബ്യൂട്ടിഫുൾ. ആതിര, വാക്കുകളില്ല. ശരിക്കും നീ ഇങ്ങനെ ഒളിച്ച് ഇവിടെ താമസിക്കുക അല്ലായിരുന്നുവെങ്കിൽ എന്റെ അടുത്ത ഫിലിമിലെ ഹീറോയിൻ നീ തന്നെ ആയിരുന്നേനെ. ഇറ്റ് ഈസ് എ ഡാൻസ് ബേസ്ഡ് പ്രോജക്റ്റ് ഓൾസോ, ബട്ട് വാട്ട് ടു ഡു, യദു നിരാശയോടെ പറഞ്ഞു. ഈ സമയം അത്രയും കണ്ണുകളെടുക്കാതെ ധ്യാൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ആ രൂപവും നൃത്തവും പതിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവൻ മറന്നുപോയ ഒന്നുണ്ട്. അവൾ വിജയുടെ പെണ്ണാണ്. അവൻ താലി കെട്ടിയ, അവൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവൾ. സതീശൻ ആതിരയെ എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് അയാൾ. അയാളുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ ചിറ്റേത്താണ്, ശാരദാമ്മയുടെ നേർക്കാണ്. അവരെ കാണാൻ വരുന്നത് ആരാണ്? ആരെങ്കിലും അവരോട് ആതിരയെപ്പറ്റി സംസാരിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് അയാളുടെ ശ്രദ്ധ. ശാരദാമ്മയ്ക്ക് കൂട്ടായി അമ്മിണിയമ്മയെ കൂടാതെ സതീശൻ ഏർപ്പാടാക്കിയ ഒരാളും കൂടി ആ വീട്ടിലുണ്ട്. അവർ എപ്പോഴും അവരെ ചുറ്റിപ്പറ്റി തന്നെയാണ്. ശാരദാമ്മയെ കാണാൻ വരുന്നവരുടെ വിവരങ്ങളും അവരുടെ സംസാരവുമെല്ലാം സതീഷിനെ അറിയിക്കുന്നത് അവരാണ്. അവരുടെ പേരാണ് തങ്കം. ഇപ്പോൾ ഏതാണ്ട് 2 ആഴ്ചയിൽ കൂടുതൽ കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആതിരയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിജയ് ഉപേക്ഷിച്ചിട്ടുണ്ടാകും എന്ന് ശിവന് തോന്നി. അന്ന് വൈകിട്ട് ശാരദാമ്മയെ കാണാനായി ചിറ്റേത്ത് ശിവനെത്തി. തന്നെയും ശാരദാമ്മയും നിരീക്ഷിച്ച് വിജയുടെ ആളുകൾ അവിടെ ഉണ്ട് എന്നറിയാതെ. താൻ കാരണം വീണ്ടും ആ പെൺകുട്ടി ആ രാക്ഷസന്റെ കൈകളിൽ തന്നെ എത്തിച്ചേരുമെന്ന് അറിയാതെ. തുടരും.